കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പ് VC റദ്ദാക്കിയിരിക്കുകയാണ്. സീരിയൽ നമ്പറും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പമില്ലാതെ ബാലറ്റ് പേപ്പർ നൽകിയത് ചട്ടവിരുദ്ധമെന്ന പരാതി. തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ക്യാമ്പസുകളിലെ യൂണിയനുകളുടെ പ്രവർത്തനം തൽക്കാലം തടയാനും നിർദ്ദേശം. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്താണ്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്? ഇംതിയാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ VC റദ്ദാക്കിയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമടക്കം നിലനിന്നിരുന്നു. UDSF SFI സംഘർഷമാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല കുറെ കാലത്തേക്ക് അനിശ്ചിതമായി അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നാൽ ഡിപ്പാർട്ട്മെന്റ് തല യൂണിയൻ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ബാലറ്റ് പേപ്പറുകൾ അടക്കം ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് മത്സരാർത്ഥികളായ വിദ്യാർത്ഥികൾ തന്നെ ഈ ബാലറ്റ് പേപ്പറിൽ സീരിയൽ നമ്പർ അതുപോലെ തന്നെ ക്രമ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരാതി VCയുടെ മുൻപിൽ എത്തുന്നത്, ആ പരാതിയെ തുടർന്ന് അത് അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ VC റദ്ദാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില സാറ്റലൈറ്റ് കോളേജുകളിലും സമാനമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെയും ഇത് ബാധകമാണ്. താൽക്കാലികമായി അവിടെയുള്ള യൂണിയൻ പ്രവർത്തനങ്ങളടക്കം നിർത്തിവെക്കാനുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇപ്പോൾ ഗവർണറെയും കണ്ടിട്ടുണ്ട്. ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും ഇപ്പോൾ VC നൽകിയിട്ടുണ്ട്. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ മാത്രമാണ് തുടർന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ.